വെള്ളാരംകുന്നിലെ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മരിച്ച ജെൻസന്റെ ഭൗതികദേഹം ഇപ്പോൾ ജെൻസന്റെ അമ്പലവയലിലെ വീട്ടിലെത്തിച്ചിരിക്കുന്നു. ആണ്ടൂരിലെ ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിന് ശേഷമായിരുന്നു ഇപ്പോൾ വീട്ടിലെത്തിച്ചിരിക്കുന്ന. അല്പസമയത്തിനകം സംസ്കാരമുണ്ടാകും. ഒരു തീരാ നോവായി തീരാ വേദനയായി ജെൻസൻ മാറുന്നു. സകലതും മുരളെടുത്ത ശ്രുതി എന്ന തന്റെ പ്രതിഷ്ഠിത വധുവിന്റെ കരുത്തായ താങ്ങായി നിന്ന ജെൻസൻ 9 പേരെയാണ് ശ്രുതിക്ക് മുണ്ടക്കൽ ഉരുൾപൊട്ടലിൽ ഇല്ലാതായത്. വീടും ചേർത്ത് വെച്ചതെല്ലാം നഷ്ടപ്പെട്ട ശ്രുതിക്ക് താങ്ങും തണലും ധൈര്യവും കരുത്തുമായിരുന്നത് ഒരു മാസം മുമ്പ് മാത്രം വിവാഹം ഉറപ്പിച്ച ജെൻസനായിരുന്നു. അങ്ങനെ ശ്രുതിയെ ചേർത്ത് പിടിച്ച് പതിയെ പതിയെ അതിജീവനത്തിൻ്റെ നഷ്ടപ്പെട്ടതിന് പകരമാകില്ലെങ്കിലും പുതിയൊരു തലത്തിലേക്ക് ജീവിതം കൊണ്ടുപോകാൻ ഒരുങ്ങുന്നതിനിടെ ഡിസംബറിൽ വിവാഹിതനാവാതിരിക്കെ ശ്രുതിയെ ചേർത്ത് പിടിച്ച് വരേണ്ട വീട്ടിലേക്ക് ശ്രുതിയില്ലാതെ ജെൻസന്റെ ചലനമറ്റ ഭൗതികദേഹം മാത്രം എത്തിയിരിക്കുന്നു. ഒരുപാട് പ്രിയപ്പെട്ടവർ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ അവസാനമായി ഒരു നോക്ക് കാണാൻ അവിടെ എത്തിയിരിക്കുന്നു. പലർക്കും ജെൻസനെ പരിചയമില്ലാത്തവരായിരിക്കും, ജെൻസനുമായി അടുപ്പമില്ലാത്തവരായിരിക്കും. പക്ഷേ കേട്ടറിഞ്ഞെടുത്തെന്ന് കണ്ടറിഞ്ഞെടുത്ത് ജെൻസൻ കേരളക്കരയുടെ പ്രിയപ്പെട്ടവനായിരുന്നു. ദുരന്തമുഖത്തെ കരുതലിൻ്റെ അതിജീവനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന കരുത്തിൻ്റെ പ്രതീകം കൂടിയായിരുന്നു ജെൻസൻ. ശ്രുതിയെ ചേർത്ത് പിടിച്ചതുപോലെ മറ്റുള്ളവരെയും ആളുകൾ ചേർത്ത് പിടിക്കണമെന്ന് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച സമയം അത്രത്തോളം അഗാധമായ ഒരു ബന്ധമായിരുന്നു ഇവർ തമ്മിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് ശ്രുതിയെ വീണ്ടും തനിച്ചാക്കി ജെൻസൻ മടങ്ങിയിരിക്കുന്നു. ശ്രുതി അവസാന നോക്കായി ജെൻസനെ ലിയോയിലെ ചികിത്സയിലിരിക്കെ കാണുന്ന ദൃശ്യങ്ങളെല്ലാം നാം കണ്ടതാണ്. അങ്ങേയറ്റം സങ്കടകരമായ ദുഃഖകരമായ ഒരു മരവിച്ചൊരവസ്ഥയിലായിരുന്നു ശ്രുതി ഉള്ളത്. 9 പേർ മരിച്ചു എന്ന കുടുംബത്തിലെ വാർത്ത അറിഞ്ഞ് ഉണ്ടായ മരവിപ്പ് അതേപടി ഇപ്പോഴും ശ്രുതിയിൽ നിൽക്കുന്നു. പതിയെങ്കിലും ശ്രുതിക്ക് അതിജീവിക്കാനാകട്ടെ, പതിയെ പുതിയ ജീവിതത്തിലേക്ക് എത്താനാകട്ടെ. സങ്കടങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലും ആശ്വാസത്തിൻ്റെ സന്തോഷത്തിൻ്റെ ചില കിരണങ്ങൾ ശ്രുതിയെ തേടി എത്തട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഷഹദ് റഹ്മാൻ നമ്മോടൊപ്പം ചെയ്യുന്നു. ഷഹദ്, വീട്ടിലും ഇപ്പോൾ നിരവധി പേരാണ് അന്തിമോപചാരം അർപ്പിക്കാൻ അവിടെ എത്തിയിരിക്കുന്നത്. എത്ര നേരം വീട്ടിലുണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ശ്രുതിയെ ചേർത്ത് വെച്ച് അവിടെ വരേണ്ടിയിരുന്ന ജെൻസനാണ് ഇപ്പോൾ ചേതനയേറ്റ് അവിടെ കിടക്കുന്നത്. ഷഹദ്. സുഹേൽ, തീർച്ചയായിട്ടും. കാരണം ഏറെ വൈകാരികമായിട്ടുള്ള നിമിഷം, അതിവൈകാരികം എന്ന് വേണം നമുക്ക് പറയാൻ. ഒരുപക്ഷെ ഈ ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ ശ്രുതിയെ സംബന്ധിച്ചിടത്തോളം ശ്രുതിയുടെ ബന്ധുക്കൾ, അതുപോലെ തന്നെ അമ്മ, അച്ഛൻ, സഹോദരി ഉൾപ്പെടെ എല്ലാവരും നഷ്ടപ്പെട്ടു. ശ്രുതിയെ ചേർത്ത് നിർത്തിയിരുന്നത് ജെൻസനാണ്. നമുക്കറിയാം, നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്കൊക്കെ മുന്നിൽ വന്ന് ജെൻസൻ വളരെ സന്തോഷത്തോടെ ആത്മവിശ്വാസത്തോടെ ശ്രുതിയെ ചേർത്ത് നിർത്തുകയും കൈപിടിച്ച് ഇനി ഞാനുണ്ട് കൂടെ, ഒരിക്കലും ഒറ്റയ്ക്കാക്കില്ല എന്ന വാക്ക് നൽകുകയും നമ്മുടെ 24 കണക്റ്റിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച വയനാട് ജില്ലാ സമ്മേളനത്തിൽ ഭാവിയെക്കുറിച്ച് സംസാരിക്കുകയും ഇനി പുതിയ ജീവിതം കെട്ടിപ്പടുക്കുമെന്നും ഉടൻ തന്നെ വിവാഹം കഴിക്കുമെന്നും അങ്ങനെ ഒരുപാട് പ്രതീക്ഷകൾ നമ്മളോട് പങ്കുവെച്ച ഒരു യുവാവാണ് ജെൻസൻ. നമുക്കറിയാം, എപ്പോഴും ചിരിച്ച് സന്തോഷത്തോടെ പോസിറ്റീവായി കാര്യങ്ങൾ ചിന്തിക്കുകയും ഒരുപക്ഷെ ഇത്രയും വലിയ ദുരന്തമുണ്ടായിട്ടും അതിൽ നിന്നും പെട്ടെന്ന് ശ്രുതിയെ കരപിടിച്ച് അല്ലെങ്കിൽ കൈപിടിച്ച് കയറ്റാൻ വേണ്ടിയിട്ട് സഹായിച്ചത് ഒരുപക്ഷെ ജെൻസിൻ്റെ ഇടപെടലും അല്ലെങ്കിൽ ജെൻസിൻ്റെ ആത്മവിശ്വാസവും ജെൻസിൻ്റെ നിശ്ചയദാർഢ്യവുമായിരുന്നു. എന്നാൽ അതാണ് ഇപ്പോൾ ശ്രുതിയെ സംബന്ധിച്ചിടത്തോളം ശ്രുതി വിട്ടുപോയിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഒട്ടും പ്രതീക്ഷിച്ചിരുന്ന ഒരു സംഭവമല്ല, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ഈ ഒരു വിയോഗം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്പം മുമ്പ് സുഹേൽ സൂചിപ്പിച്ചതുപോലെ ഇവിടെ എത്തിയിട്ടുള്ള ആളുകൾ, അതായത് നാനാ തുറകളിൽ നിന്നുമുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അതിനൊക്കെ അപ്പുറത്ത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇരുവരുടെയും ഈ പ്രണയം, 10 വർഷം നീണ്ടുനിന്ന ഇവരുടെ പ്രണയം, ഈ പ്രണയ വാർത്തകൾ അറിഞ്ഞ് അല്ലെങ്കിൽ പ്രണയത്തിൻ്റെ കാഴ്ചകൾ അറിഞ്ഞ് ഇവിടേക്ക് ഇവരെ പരിചയം ഇല്ലാത്ത ആളുകൾ പോലും ഇവിടെ എത്തുകയും അവർ അവസാനമായിട്ട് അന്തിമോപചാരം അർപ്പിക്കാനായിട്ട് എത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വേദന ജനിപ്പിക്കുന്ന കാര്യം. കാരണം അതിവൈകാരികമാണ് ഇവിടുത്തെ കാഴ്ചകളും ഒപ്പം തന്നെ ഇവിടെ നിന്ന് നമുക്ക് നൽകാൻ സാധിക്കുന്ന ദൃശ്യങ്ങളും എന്നുള്ളതാണ്. കാരണം അല്പസമയം മുൻപ് ജെൻസൻ്റെ ജെൻസനെ അവസാനമായി ഒരു നോക്ക് കാണാനും അന്ത്യചുംബനം നൽകാനും വേണ്ടി അവസരം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഈ മൃതദേഹം വീട്ടിലേക്ക് വന്ന ഉടൻ തന്നെ ആദ്യം മാതാവിനടുത്തേക്കാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അമ്മ അകത്താണുള്ളത്, ഒപ്പം തന്നെ അച്ഛനും അകത്തുണ്ട്. അപ്പോൾ ഇരുവർക്കും കാണാനും അവസാനമായി അന്ത്യചുംബനം നൽകാനുമുള്ള അവസരം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ ഒരുപക്ഷെ മനുഷ്യനായി ജനിച്ച അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന ഒരാൾക്ക് പോലും കണ്ടു നിൽക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ കേൾക്കാൻ സാധിക്കാത്ത വിധം
വേദന ജനിപ്പിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. കാരണം അതിവൈകാരികമായിരുന്നു അവരുടെ പ്രതികരണങ്ങൾ എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ദിവസം ശ്രുതിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ തന്നെ 41 ചടങ്ങുകൾ നടത്താനും ആ ചടങ്ങുകൾ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴിയിലാണ് ഇത്തരത്തിൽ ഈ അപകടം സംഭവിക്കുന്നത്. ആ ഘട്ടത്തിലും ഈ ജെൻസൺ ആശുപത്രിയിലായിരുന്നു, അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു. പക്ഷേ അപ്പോഴും വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. കേരളക്കര ഒന്നാകെ ജെൻസൻ്റെ തിരിച്ചുവരവിനായിട്ട് പ്രാർത്ഥിക്കുകയും കാത്തിരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വിധിയെന്ന് പറയട്ടെ, ജെൻസൺ ഇപ്പോൾ യാത്രയായിരിക്കുന്നു. ജെൻസൺ ജനിച്ചു വളർന്ന ഈ മണ്ണ്, അല്ലെങ്കിൽ ജെൻസൺ ജനിച്ചു വളർന്ന ഈ മുറ്റത്ത് ഇപ്പോൾ ജെൻസൻ്റെ ചേതനയേറ്റ ശരീരമാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് ഇപ്പോൾ ജെൻസൻ്റെ ചേതനയേറ്റ ശരീരം, ഒരു വിവാഹം നടക്കേണ്ടിരുന്ന മുറ്റമാണ് ഇവിടെ ഉയരേണ്ടിയിരുന്ന കല്യാണ പന്തലായിരുന്നു. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, അല്ലെങ്കിൽ വിധിയെന്ന് പറയട്ടെ, നിലവിൽ ഇപ്പോൾ ഇതൊരു ശോകമുഖമായ അവസ്ഥ. നിലവിളികൾ അല്ലെങ്കിൽ സങ്കടങ്ങൾ തളം കെട്ടിക്കിടക്കുന്നു. കണ്ണീര് വാർക്കുന്ന സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ ബന്ധുക്കൾ, മാതാപിതാക്കൾ, അങ്ങനെ നാട്ടുകാർ, അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള ആളുകളാണ് ഇവിടേക്ക് വരുന്നത്. ഈ മാസം 20-നായിരുന്നു ഇവരുടെ വിവാഹം. ചെറിയ രീതിയിലെങ്കിലും ഒരു ചടങ്ങായി നടത്തി ശ്രുതിയെ ഈ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരാൻ ജെൻസൺ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ വിധി അതിന് സമ്മതിച്ചില്ല. വിധി